മേഘ എന്ന് പറയുന്ന അതിരിങ്കൽ സ്വദേശി, അതായത് പൊന്നിക്കടുത്ത് ആയ പെൺകുട്ടി, 25-കാരി, അത് പൊടുന്നനെ ആത്മഹത്യ ചെയ്തു. നല്ല പൊസിഷനിലായിരുന്നു ആ കുട്ടി. IB ഉദ്യോഗസ്ഥയായിട്ട് 23-ാമത്തെ വയസ്സിൽ സെലക്ഷൻ കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ IB ഉദ്യോഗസ്ഥയായിട്ട് ആ പെൺകുട്ടി ജോലി ചെയ്യായിരുന്നു. അത് എന്തിനതിന്റെ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളത് ഒരു പ്രഹേളികയായിട്ട് തുടരുകയാണ്. അത് ജോലി സമയം, രാവിലെ അവിടുത്തെ ജോലി സമയം കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അത് നേരെ റെയിൽവേ ട്രാക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് താമസ സ്ഥലത്തേക്ക് പോകാൻ റെയിൽവേ ട്രാക്കിന്റെ അടുത്തൂടെ പോകേണ്ട കാര്യമില്ല അതിന്. അപ്പൊ എന്തോ തീരുമാനിച്ചുറച്ച് ആ കുട്ടി പോവുകയാണ്. അതിന് കുറേ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഒരു 6 കോളുകളോളം അതിൻ്റെ ഫോണിൽ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് ആ സമയം, ഈ ആത്മഹത്യ വരെ ഉള്ള സമയം. അപ്പോൾ അത് സുഗാന്ത് എന്ന് പറയുന്ന, സുഗാന്ത് സുരേഷ് എന്ന് പേരുള്ള മറ്റൊരു IB ഉദ്യോഗസ്ഥൻ, അയാൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇയാളും ഈ കുട്ടിയും ട്രെയിനിങ്ങിന് ഒരുമിച്ചായിരുന്നു ഉത്തരേന്ത്യയിൽ ഈ IB സെലക്ഷൻ കിട്ടിയപ്പോൾ. അന്ന് ഈ കുട്ടിക്ക് 23 വയസ്സേ ഉള്ളൂ. ഇവർ തമ്മിൽ അടുത്തു, വളരെ അടുപ്പമായി. അത് പ്രണയത്തിലേക്ക് മാറി. അപ്പോൾ ഇതൊന്നും വീട്ടുകാരൊന്നും ആദ്യം അറിയുന്നില്ല. പിന്നീട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇയാളുമായിട്ട് ഇങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നുള്ള വിവരം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പോലീസ് നേരെ അന്വേഷണം, അതായത് ഇത് സംഭവിച്ചേക്കുന്ന ഇത് നേരെ ഒന്ന് റെയിൽവേ ട്രാക്കിലോട്ട് വന്നു. പൈലോറ്റ് പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിലൂടെ തന്നെ വരുന്നു. അപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ഇത് പെട്ടെന്ന് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ട്രാക്കിലോട്ട് കിടന്നു. അതിൻ്റെ ശരീരം ഛിന്ന ഭിന്നമായിട്ട് മാറി. ഇതാണ് ആ മരണം ഉണ്ടായത്. ഇങ്ങനെയാണ്. ആത്മഹത്യയാണെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട, ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അതിനെന്തെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രേരണ വലുതായിട്ടൊന്നുമില്ല. അവർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആദ്യത്തെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിന് പ്രണയ നൈരാശ്യം, മറ്റവന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി അത് പ്രണയ നൈരാശ്യം മൂത്ത് അത് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പോലീസ് ആദ്യം നീങ്ങിയത്. പക്ഷേ ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ വെളിയിലേക്ക് വരുന്നു. അതായത് ഈ കുട്ടിയുടെ സഞ്ചയനം മെനഞ്ഞാന്നായിരുന്നു. അപ്പോൾ അതിന് ഇതിൻ്റെ സഹപ്രവർത്തകരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരം ഈ പിതാവിനെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. മേഘയുടെ പിതാവിനെ. അത് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഇതിന് പണത്തിന് വലിയ ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ ഇവര് നോക്കിയപ്പോൾ ഇവരൊന്നും വാങ്ങാറില്ല അതിൻ്റെ നിന്ന്, ഇവർ പണമൊന്നും ചോദിക്കാറില്ല അതിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഇതിനെ കൂട്ടുകാരൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു പാർട്ടിക്കോ ആഹാരം കഴിക്കാനോ പോകുമ്പോൾ വിളിക്കുമ്പോൾ ഇത് പോകത്തില്ല, പറയും എൻ്റെ പൈസ ഇല്ല എന്ന് പറയും. നല്ല ശമ്പളമുള്ള കുട്ടിയാണ്, ഇതിനെങ്ങനെ പൈസ ഇല്ലാതാവുന്നു? കൂട്ടുകാരൊക്കെ വിചാരിച്ചു ഇത് വീട്ടിൽ മുഴുവനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് എൻ്റെ ഈ പണമില്ലാത്തതെന്നാണ് അവരുടെ ധാരണ. അപ്പോൾ അവർ ഈ വിവരം പറഞ്ഞപ്പോഴാണ് ഈ പിതാവ് ഞെട്ടിപ്പോയത്. പിതാവും കുടുംബാംഗങ്ങളും പെട്ടെന്ന് അവർ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ബാങ്കിൽ നിന്ന് പോയി ഇതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്തു. അത് കളക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ കഴിഞ്ഞ ഒക്ടോബറിന് മുമ്പ് വരെ, ഒക്ടോബർ മാസം 2024 ഒക്ടോബറിന് മുമ്പ് വരെ ഇത് കുറേശ്ശെ തുകകൾ ഈ സുഗാന്ത് എന്ന് പറയുന്ന എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഒക്ടോബർ മുതൽ ഇതിൻ്റെ ശമ്പളം മുഴുവനായിട്ടും അവൻ്റെ അക്കൗണ്ടിലോട്ട് അയക്കും. ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിൽ നിന്ന് വല്ലപ്പോഴും കുറേശ്ശെ പൈസ ഇവൻ ഇതിൻ്റെ ചെലവിന് വേണ്ടിയുള്ളതായിരിക്കാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് കിട്ടുന്ന പണം, ഇതിൻ്റെ ശമ്പളം മുഴുവൻ അവൻ്റെ അക്കൗണ്ടിലോട്ട് പോകും. അവൻ അതിൽ നിന്ന് വല്ലപ്പോഴും കുറച്ച് പൈസ എടുത്ത് ഇതിന് കൊടുക്കും. ഇതിനാവശ്യത്തിനുള്ള പൈസ ഇല്ല. ഈ കൂട്ടുകാരൊക്കെ എന്താണെന്ന് പറയുക, സഹപ്രവർത്തകർ അവർ ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വെളിയിൽ പോകുമ്പോൾ ഇത് ചെല്ലത്തില്ല, കാരണം ഇതിൻ്റെ ഈ പണമില്ലല്ലോ. അപ്പോൾ അവർ ഇതിന് ഫുഡ് വാങ്ങിക്കൊണ്ടുവരും, അവിടുന്ന് പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരും. അത് കൂടാതെ വീടുകളിൽ പോയിട്ട് വരുന്നവർ അവിടുന്ന് ഇതിന് പൊതിച്ചോറും അതുപോലെ തന്നെ ആഹാരം പൊതിഞ്ഞ് ഇതിന് കൊണ്ടു കൊടുക്കാറുണ്ട്. അത്രയും ബുദ്ധിമുട്ടി പെൺകുട്ടിക്കുണ്ടായിരുന്നു.
നിറപുഞ്ചിരിയോടെ എപ്പോഴും ഇരിക്കുന്ന ഒരു പെൺകുട്ടി, അതാണ് ഇതിന്റെ മുഖം നമ്മുടെ മനസ്സിലോട്ട് നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ആ പുഞ്ചിരിയുടെ പുറകില് ഇതുപോലൊരു വിഷാദവും അതുപോലെ തന്നെ ഒരു വലിയ ദുരൂഹതയും നിറഞ്ഞിരുന്നതായി ആരും കാണുന്നില്ല. അപ്പോ ഇതെങ്ങനെ വന്നു നോക്കുമ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ പിടികിട്ടിയത്. അതായത് ഈ പണത്തിന്റെ കാര്യം, അതായത് സാമ്പത്തിക ചൂഷണം ഈ സുഗാന്ത് സുരേഷിന്റെ ഭാഗത്തുനിന്ന്. മലപ്പുറംകാരനാണ്, ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്, ഈ ട്രെയിനിങ്ങിന് പരിചയപ്പെട്ടതാണ്, അല്ലാതെ അവന്റെ പശ്ചാത്തലം ഒന്നും ഇവർക്കറിയില്ല. ഏതായാലും ഇതിന്റെ അക്കൗണ്ടിൽ അവസാനം മരിക്കുമ്പോൾ എത്രയെന്നറിയോ? 80 രൂപയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. 80 രൂപ. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയുള്ളൂ എന്തുമാത്രം സാമ്പത്തിക ചൂഷണം ഈ പെൺകുട്ടി നേരിട്ടു എന്നുള്ളത്. പക്ഷെ ഇതിന്റെ പിതാവ് പറയുന്ന കാര്യം സാമ്പത്തിക ചൂഷണം മാത്രമല്ല അതിന്റെ പുറകിലുള്ളത്, വലിയ ചതിയും ഭീഷണിയും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലർത്ഥമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇതേപോലെ ഇത്രയും ബുദ്ധിമുട്ടി ഇത് പട്ടിണിയും കിടന്ന് ഈ പണം മുഴുവൻ അവന് കൊടുക്കേണ്ട കാര്യമുണ്ട്? അതിന്റെ പുറകില് എന്തോ ഭീഷണിയുണ്ട്. അവസാനം ഒരു ചതിയും. ആ ചതിയിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ചതി എന്ന് പറഞ്ഞത് എനിക്ക് നിന്നെ വേണ്ട എന്ന് അവൻ പറഞ്ഞാണ്, അല്ലെ ആ ബന്ധം തകർന്നതായിട്ട്. കാരണം അവൻ ഇതുവരെ ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി ഉള്ള ഫുൾ സാലറി പോലും ഈ പെൺകുട്ടിയുടെ അവന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വാങ്ങിച്ചു വെച്ചുകൊണ്ടാണ് അവനെ ഇത് വേണ്ടെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ്, അതാണ് പ്രണയ നൈരാശ്യം എന്ന് ഇവർ പറയുന്നത്. ഇതൊക്കെ പ്രണയമാണ്, പണത്തിനോടുള്ള ആർത്തിയല്ലേ. പിന്നെ ഇതിന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറയാതെ പറയുന്ന ചില വരികളുണ്ട്, നമ്മൾ കാണണം. ഇവർ ഈ പ്രണയം എന്നൊക്കെ പറയുന്ന ഇന്ന് പഴയ പാവനമായ ബന്ധമൊന്നുമല്ല പ്രണയം, അതൊന്നുമല്ല. ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് വളരെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ പണം, സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രണയത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. അവൻ ഇതിനെ മടുത്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടെന്ന് അവൻ പറയും, അല്ലെങ്കിൽ അവന് വേറെ കിട്ടുമല്ലോ. അവൻ ഉദ്യോഗസ്ഥനായ ചെറുപ്പക്കാരനാണ്, പ്രശ്നമില്ല അവന്. പിന്നെ ഇതിന്റെ കിട്ടാവുന്ന പണമൊക്കെ അത് അവൻ വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് അവർ പറഞ്ഞത് 3.5 ലക്ഷം രൂപയോളം അവന്റെ അക്കൗണ്ടിലുണ്ടെന്നാണ് ഇതിന്റെ പണം അവൻ വാങ്ങി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ അത് എത്രയോ ആവട്ടെ, ഇതൊരു കണ്ടിന്യൂയിങ് അഫെയർ ആയിട്ട് മാറണമായിരുന്നെങ്കിൽ, ഇതിന് പണമൊന്നുമില്ലാതെ ഇതവന് ഈ പണം കൊടുക്കണമായിരുന്നെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. എപ്പോഴും അവിടെ ചിലപ്പോൾ ഒരു ഭീഷണി അതിനകത്ത് കണ്ടേക്കാം. ഈ പറയുന്നത് പോലെ എന്തായിരിക്കും ഭീഷണി? ഭീഷണി മറ്റൊന്നുമല്ല, ഇതിൻ്റെ വല്ല ഫോട്ടോഗ്രാഫ്സോ എന്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ഭീഷണി തന്നെയാണ്. അവൻ പറയണമെന്നില്ല ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന്, പക്ഷേ അവൻ്റെ കയ്യിൽ അത് ഇരിക്കുന്നിടത്തോളം കാലം അത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ്. ബുദ്ധിമുട്ടാവും, അതിന് ബന്ധപ്പാട് വരാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പണമെല്ലാം ഇവൻ ചോദിക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക, എന്നിട്ട് അവൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് വല്ലപ്പോഴും ഇതിന് അത്യാവശ്യത്തിന് ചിലവിനുള്ള പണം കൊടുക്കും. ഇത് ഇപ്പോൾ അവനെ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ കൊച്ചി IBയിലൊക്കെ അവർ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ പേരിൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഉള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ നിന്നുള്ള വിവരം കിട്ടുന്നത്, ഇവൻ അവിടെ ജോലിക്ക് ചെല്ലുന്നില്ല. ഇതിന് ശേഷം അൺആതറൈസ്ഡ് ആബ്സെൻസ് ആണ്, ഇവിടെ പോയിട്ടുണ്ട്. അതായത് അനുമതിയില്ലാതെ ഉള്ള അവൻ്റെ ആബ്സെൻസ് ആണ് അവിടെ ഉള്ളത്, അവൻ്റെ ഹാജരില്ലായ്മ. അപ്പോൾ ഇവനെ എവിടാന്ന് അന്വേഷിച്ചപ്പോൾ എന്തറിയോ, അവന് ഒളിവിലാണ്. അപ്പോൾ മൊബൈൽ ഫോൺ ഇവൻ്റെ നോക്കിയപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. അവൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ യവനയ്ക്ക് പുറയിലിരിക്കുകയാണ്, എവിടാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം, അതായത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം, പുതിയ നിയമം, ഇതനുസരിച്ച് ഈ സബ്സിക്വൻ്റ് കോണ്ടക്റ്റ്, അതായത് ഈ സംഭവത്തിന് ശേഷമുള്ള അതിനെ പിന്തുടർന്നുള്ള ഇവൻ്റെ സ്വഭാവം, പെരുമാറ്റം, അത് എന്ന് പറയുന്നത് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവൻ ഒളിവിൽ പോവുക എന്ന് പറയുന്നത്, അബ്സ്കോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അവനെതിരെ വളരെയധികം വിരൽ ചൂണ്ടുന്ന ഒരു തെളിവായിട്ട് മാറും. പല കാര്യങ്ങളിലും അത് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, അത് ആത്മഹത്യ അല്ലെങ്കിൽ മരണം, സ്വാഭാവിക മരണം എന്നും പറഞ്ഞ് ശവശരീരം അടക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ ഒരുത്തൻ പറയുന്നു, അയ്യോ ഇത് അടക്കരുത്, ഇത് കൊലപാതകമാണ് എന്ന് പറയുമ്പോൾ ഈ കൾപ്രിറ്റ്, അതായത് ഇതിൽ യഥാർത്ഥ കുറ്റക്കാരനായിട്ടുള്ള ഇയാളെ മോയൻ അവിടുന്ന് ഓടിപ്പോന്നിരിക്കട്ടെ, തീർന്ന്
അവനെ സംബന്ധിച്ചിടത്തോളം അവനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവാണ് അത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇവനെ ഇത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അവൻ ഒളിവിൽ പോകുന്നു, അവൻ ജോലിക്ക് ഹാജരാകുന്നില്ല. ഇത് അവനെതിരെയുള്ള ഒരു വലിയ തെളിവാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്, ഉറപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇനി പോലീസ് ശരിയായിട്ട് അന്വേഷിക്കണം, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് അന്വേഷിക്കണം. അതിനവൻ്റെ മൊബൈൽ ഫോൺ റിട്രീവ് ചെയ്താൽ ഇവൻ്റെ ഈ സംഭാഷണമൊക്കെ അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഈ കുട്ടിയുടെ ഫോണിൽ നിന്ന് കിട്ടുമായിരുന്നു, അത് ഇനി കിട്ടുമെന്നുള്ള കാര്യം സംശയം. കാരണം ആ ഫോൺ തകർന്നു പോയി ഈ ഐഡിയയുടെ ആഘാതത്തിൽ, അങ്ങനെ വന്നു. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ പീസുകളായിട്ട് അത് കിട്ടിയേക്കുന്നത്. ചിലപ്പോൾ അതിൽ നിന്ന് പറ്റിയെങ്കിൽ വളരെ നല്ലത്. കോൾ ഡീറ്റെയിൽസ് ഏതായാലും കിട്ടും. കാരണം മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് അവർ അത് കൊടുക്കും പോലീസിന്, അത് കിട്ടും. അപ്പോൾ ഇവൻ പറയണം ഇതെന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പറയണം. അവനിതിനെ ഉപേക്ഷിക്കുന്നു, എനിക്കിതിനെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് മതി. അതും പ്രശ്നമാണ്. കാരണം ഇത്രയും അടുപ്പമുണ്ടായിരുന്നു, ഇതിൻ്റെ ഇന്ന് പണം ഇങ്ങനെ പിടുങ്ങിക്കൊണ്ടിരുന്നു, ചൂഷണം നടത്തിക്കൊണ്ടിരുന്നു, അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതിനെ ആത്മഹത്യാ പ്രേരണ തന്നെ ആകും. പിന്നെ ഇതല്ലാതെ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും മാനങ്ങൾ ഇതിനുണ്ടെങ്കിൽ, ഒരു ഭീഷണിയുടെ വശം ഉണ്ടെങ്കിൽ അത് ധാരാളം മതി. മേഘേ, നിന്റെ പുറകിൽ, നിന്റെ പുഞ്ചിരിക്ക് പുറകിൽ ഇതുപോലുള്ള വിഷാദം ഉണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. നിന്റെ വീട്ടുകാർക്ക് മനസ്സിലായില്ല. അൾട്ടിമേറ്റ്ലി ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാണ്? നിന്റെ മാതാപിതാക്കൾക്കല്ലേ. നിനക്ക് ജന്മം നൽകി, നിന്നെ വളർത്തി പഠിപ്പിച്ച് നിനക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കിയ നിന്റെ മാതാപിതാക്കൾ, അവർക്കല്ലേ നഷ്ടം? ഇവനെന്താ നഷ്ടം? ഈ സുഗാന്ത് എന്ന് പറയുന്നവൻ, അവന് വേറെ പെണ്ണ് കിട്ടും, അവൻ വേറെ പോയി കല്യാണം കഴിക്കാം ഒരു കാലത്ത്, അതാകാം. അവൻ ചെറുപ്പമാണ്, നല്ല ഉദ്യോഗമുണ്ട് അവന്. നീ ഈ ഉദ്യോഗത്തിൽ എവിടെയൊക്കെ 23 വയസ്സിൽ സർവീസിൽ കയറിയ നീ എവിടെ വരെ എന്തുയരത്തിൽ ചെല്ലേണ്ടതായിരുന്നു. പക്ഷെ നീ അത് മുഴുവൻ നശിപ്പിച്ചില്ലേ, കളഞ്ഞു കുളിച്ചില്ലേ? നിന്റെ ജീവിതം, അതായത് ഇതുപോലുള്ള ഒരു കാര്യത്തിന്, ഇതുപോലെ ഒരു വൃത്തികെട്ടവന് വേണ്ടി നിന്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേ, ഉപേക്ഷിച്ചില്ലേ? വിലയേറിയ ജീവിതം ഇങ്ങനെ ഉപേക്ഷിക്കാനുള്ളതാണ്. നമ്മുടെ പെൺകുട്ടികളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏത് ബന്ധത്തിൽ ഏർപ്പെട്ടാലും, ഞാൻ ഏർപ്പെടുന്നതിന് തെറ്റ് പറയുന്നില്ല, പക്ഷേ അതൊരുപാട് പഠിച്ചതിന് ശേഷമായിരിക്കണം ചെയ്യേണ്ടത്. പണം ചോദിക്കാൻ, പണം പിടുങ്ങാൻ ഉള്ള ഒരു ശ്രമം അവൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായാൽ അപ്പോഴും കളഞ്ഞേക്കണം. പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ശാരീരികമായി ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിപ്പോയി, പറ്റിപ്പോയി, അവൻ്റെ കയ്യിൽ അതിന് ചിലപ്പോൾ തെളിവായിപ്പോയി, പേടിക്കണ്ട. അതുകൊണ്ടെന്താ കാര്യം? ഒരു പട്ടി അടിച്ചായിട്ട് വിചാരിച്ചാൽ പോരെ? അത് കഴുകി കളഞ്ഞാലൊന്ന് കുളിച്ചാൽ മാറുന്നതേ ഉള്ളൂ, തീർന്നു. അതേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു ബോധം നമുക്ക് വേണം. ആത്മഹത്യ ഉണ്ടല്ലോ, അതുകൊണ്ട് പരിഹാരം എന്തെങ്കിലും കിട്ടുമോ? ഒരു പരിഹാരമില്ല. അപ്പോൾ ചിലപ്പോൾ അവൻ്റെ ജോലി പോയിരിക്കും. അതുകൊണ്ട് നിന്റെ മാതാപിതാക്കൾക്കുണ്ടായ നഷ്ടം ഈടായി കിട്ടുമോ? നിന്റെ ജീവിതം ഉണ്ടല്ലോ, ഈ ഹോമിച്ച ജീവിതം നിനക്ക് തിരികെ കിട്ടുമോ? ഒരിക്കലുമില്ല. ചിന്തിക്കണം. പോലീസ് ഇതിൽ ശരിയായ അന്വേഷണം നടത്തണം. ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അന്വേഷിക്കണം. യവനെ കുറ്റക്കാരനാണെങ്കിൽ അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം.